ഞാൻ അത് എവിടെ എടുത്തു പറഞ്ഞു ചേച്ചിയുടെ വർക്കിന് ശേഷമാണ് 4 ആൾക്കാർ നമ്മൾ അറിയാൻ തുടങ്ങിയത്. അത് ഞാൻ എവിടെ ഇല്ലാതെ വൈഫും കൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് രേണുവിന്റെ നെഗറ്റീവ് വെച്ച് യൂസ് ചെയ്തിട്ട് ഫെയിം ഉണ്ടാക്കാനാണ് പ്രതീക്ഷ ഇപ്പൊ കൂടെ അഭിനയിക്കുന്നതെന്നൊരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നു. അത് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ഒറ്റ ക്വസ്റ്റ്യനാണ് ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞത്. ഞാൻ രേണു ചേച്ചിയായിട്ട് അഭിനയിച്ചതിന് ശേഷം രേണു ചേച്ചിക്ക് പഴയ പോലെ നെഗറ്റീവ് വന്നിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ചേച്ചിനൊപ്പം അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒപ്പമുള്ള ആൾക്കാരും എൻ്റെ വേറെയുള്ള ആൾക്കാരൊന്നും സപ്പോർട്ടല്ല. അവർ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്, നെഗറ്റീവിൽ നിൽക്കുന്ന ഒരാളുടെ ഒപ്പം അഭിനയിച്ചിട്ട് നിനക്ക് നെഗറ്റീവ് അല്ലേ വരത്തുള്ളൂ, നീ എന്തിനു ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തിക്ക് കൊടുത്തൊരു മറുപടിയാണ് ലീക്കായിട്ട് വന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ കൊടുത്തത് എങ്ങനെയാണ്, നെഗറ്റീവായിട്ട് നിൽക്കുന്നു, ആളുടെ ഒപ്പം ഞാൻ ഓട്ടോമാറ്റിക് വീഡിയോ ചെയ്തിട്ട് ആ നെഗറ്റീവ് ഉള്ള ആളിനെ പോസിറ്റീവ് ആയിക്കുക, നെഗറ്റീവ് ഒന്ന് പോസിറ്റീവിലേക്ക് വരുത്തുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് ആ വോയിസിൻ്റെ ക്ലിപ്പ് വന്നേക്കുന്നത്. എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആൾ നെഗറ്റീവ് നിൽക്കുകയാണ്. അപ്പോൾ ആളുടെ ഒപ്പം ചെയ്താൽ നിങ്ങൾക്ക് മൊത്തം നെഗറ്റീവ് ആയിരിക്കില്ലേ പ്രതീക്ഷ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറുപടി കൊടുത്തത് എങ്ങനെയാണ്, ആൾ ഓൾറെഡി നെഗറ്റീവ് നിൽക്കുന്നത് ചെയ്ത് സമ്മതിച്ചു. ആളുടെ ഒപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു പോസിറ്റീവിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ഞാൻ ചേച്ചിയായിട്ട് റീൽസിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അത് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഈ ഓഡിയോ വരുന്നതിൻ്റെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ കാര്യം ഞാൻ ചേച്ചിയോട് സംസാരിച്ചിട്ടുള്ളതാണ്. അല്ല, രേണു ഈ പറഞ്ഞത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പ്രതീക്ഷ കള്ളം പറഞ്ഞതായിട്ട് ഒരു ഫീല് വരുന്നു. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ എന്നോട് അവൻ കള്ളം പറയത്തില്ല എന്ന് നല്ലൊരു കുട്ടിയാണ്. എന്നോട് എന്തായാലും പ്രതീക്ഷ കള്ളം പറയത്തില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസം, 101% വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പൊ പ്രതീക്ഷ പറഞ്ഞതല്ലാതെ തന്നെ വേറൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷ പറയുന്നത് ഞാൻ രേണുവിന്റെ ഫെയിം യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു കൈമിഴി കണ്ടെന്നുള്ള ഒരു ആൽബത്തിലാണ് ഞാൻ ചേച്ചിന്റെ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പെയറായിട്ട് കിട്ടിയ ആള് ചേച്ചിയാണ്. അതിനായിട്ട് ചേച്ചിക്ക് വേറെ പെയറിനൊപ്പം വർക്ക് കിട്ടി ചേച്ചി ചെയ്തിട്ടുണ്ട്, ഞാനും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ചല്ലേ അഭിനയിക്കാൻ പറ്റും. നാളെ ചേച്ചി വേറെ വർക്കിന് പോകുന്ന സമയത്ത് ചേച്ചി വേറെ ആളും വർക്ക് ചെയ്യുന്നുണ്ടാവുക, മനസ്സിലാവുന്നത്. അതിപ്പോൾ ചേച്ചി ഞാൻ അത് എവിടെ എടുത്തു പറഞ്ഞു ചേച്ചിയുടെ വർക്കിന് ശേഷമാണ് 4 ആൾക്കാർ നമ്മൾ അറിയാൻ തുടങ്ങിയത്. അത് ഞാൻ എവിടെ ഇല്ലാതെ വൈഫും കൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ സത്യസന്ധ ചേച്ചിയുടെ ഒപ്പം അഭിനയിച്ചതിന് ശേഷമാണ് എനിക്കൊരു 2 മൂവി ചെയ്യാൻ പോകുന്നു. ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കിട്ടിയത് ആളുടെ അഭിനയിച്ചതിന് ശേഷം മാത്രമാണ്.